മൗലിദ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ മാസത്തിൽ നമ്മോട് ബന്ധപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ച ഒരു മാസം കൂടെയാണ്. പല കുടുംബക്കാരും ഈ മഹലിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഈ സദസ്സിന്റെ പുണ്യം ചേർത്ത് കൊടുക്കട്ടെ. ഖബറുകൾ അല്ലാഹു വിശാലമാക്കട്ടെ. പരമാവധി ഇതൊക്കെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ മക്കളൊക്കെ നമ്മളിതിൽ ഇരുത്തണം. ആദ്യം പറഞ്ഞാൽ ഇരിക്കൂല, പിന്നെയും 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 പറയുമ്പോഴാണ് അവർക്ക് ബോധം വരുള്ളൂ. അതുകൊണ്ടാണ് നിസ്കാരം കൊണ്ട് 3 വർഷം കൽപ്പിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. 3 വർഷം കൽപ്പിക്കണം. 7 വയസ്സ് മുതൽ 10 വയസ്സായാൽ മുറിയാവാത്ത ചെറിയ അടി കൊടുക്കണം. അതൊക്കെ ഒരു മനഃശാസ്ത്ര സമീപനമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികളോട് നമ്മൾ പറയാൻ അവരിയ്ക്കൂല, പിന്നെയും പറയാം, വിവിധ രൂപങ്ങളിൽ പറയാം. ചീത്ത പറയാൻ പാടില്ല. മുറു എന്ന് പറഞ്ഞിട്ടുള്ളൂ. കൽപ്പിക്കാന്ന് പറഞ്ഞാൽ തന്നെ കൽപ്പനയുടെ ഏറ്റവും വലിയ മാനദണ്ഡമാണ് അൽ മൗഇദത്തുൽ ഹസന, നല്ല ഉപദേശം, വൽ ഹിക്മ, നല്ല തന്ത്രപൂർവവും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പറയാം. സ്വലാത്തിന് ഇരിക്കാൻ പറയാം, പിന്നെയും പറയാം. അവരിയ്ക്കൂല, വീണ്ടും നമ്മൾ പറയാം. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ, നമ്മുടെ മേൽ പറയാനുള്ള ഡ്യൂട്ടിയുള്ളൂ. പിന്നെയും കുറേ കാലം റിസൾട്ട് ഇല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ പറയണം. നമ്മൾ ചെറിയൊരു വേദനപ്പെടുത്തൽ, അപ്പോഴാണ് ഈ സംസ്കാരം നമ്മളിൽ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ചെറുപ്പത്തിൽ കിട്ടിയാലാണ് അവരൊരു ബോധം വരുമ്പോ യുവാക്കളാവുമ്പോഴെങ്കിലും ഈ സദസ്സിലൊക്കെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രായമായി കുട്ടികളായിട്ടെങ്കിലും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിശാസ്ത്രം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സമീപിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. പിന്നെയും പറയാം. ആ കുട്ടികളെ കൊണ്ടുവന്നിരുത്തുക, പിന്നീട് അവർക്ക് ബോധം വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا الله يا رحمن يا رحيم. അടച്ചറബേ, ശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമാഅ നിസ്കരിച്ച് വളരെ വൈകിയ സമയത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാനും അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലാനും പടച്ചറബിന്റെ കലാമായ ഖുർആൻ ഓതാനുമാണ് ഈ കാണുന്നവരൊക്കെ ഒരുമിച്ച് കൂടിയത്. റബ്ബേ, നീ നിന്റെ പ്രത്യേക കാരുണ്യം ഞങ്ങൾക്ക് ചൊരിയണേ അല്ലാഹ്. സ്വലവാത്ത് തസ്ലീമാത്ത് ചൊരിയണേ അല്ലാഹ്. വലിയ ഖബൂലിയത്തെ സദസ്സിൽ നൽകണേ അല്ലാഹ്. ഈ സദസ്സിന്റെ മുഴുവൻ കൂലിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റെല്ലാ മഹാന്മാരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാവരുടെ ദറജയും ഉയർത്തണേ അല്ലാഹ്. പടച്ചറബ്ബേ, വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സാണല്ലോ. ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. നല്ലൊരു സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോ ഞങ്ങളെ പരിശുദ്ധരാക്കി മടക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ വാപ്പയുടെ ഉമ്മയുടെ അങ്ങനെ കുടുംബാദികൾ പലരും മരിച്ചുപോയവരെ ഉദ്ദേശിച്ച് ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. യാ അല്ലാഹ്, എല്ലാവരുടെ സംഭാവനകളും സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെയൊക്കെ കൂലി മരിച്ചു പോയവരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, മൗലിദ് പരിപാടിയുടെ ചീരണിയിലേക്ക് വലിയ സംഭാവന ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകം മുറാദ് വെച്ചവരുണ്ട്. ഹാസ്വിലാക്കണേ അല്ലാഹ്. ഹാസ്വിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഹാസ്വിലാക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, സ്വലാത്ത് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർക്കും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിനായി നൽകണേ അല്ലാഹ്. പല രോഗങ്ങളുള്ളവരുടെ എല്ലാം നീക്കി നല്ല ആരോഗ്യവും സുഖവും നൽകണേ അല്ലാഹ്. ചികിത്സ നേരിടാൻ നിൽക്കുന്നവരുണ്ട്, വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ സദസ്സിൽ ഓരോരുത്തർക്കും മുറാദുകളുണ്ട്. സ്വലാത്ത് ചൊല്ലി സദസ്സില് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസ്വിലാക്കണേ അല്ലാഹ്. ഹാസ്വിലാക്കി തരണേ അല്ലാഹ്.
ഹാസിലാക്കി തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും ഹസനാത്ത് ചൊരിയണേ അല്ലാഹ്. ദുനിയാവിൽ ഒരുപാട് നന്മ നൽകണേ അല്ലാഹ്. ആഖിറലോകത്തും നന്മകൾ ചൊരിയണേ അല്ലാഹ്. റബ്ബേ അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ സന്തോഷത്തോടെ ഒരുമിച്ച് വിട്ടണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله عليه وسلم.